ഏപ്രിൽ 1 എന്നെ എല്ലാരും ഫൂളാക്കി. ഇതേ വെല്ലിച്ചന്റെ ഗുളിക ഇപ്പൊ എന്നെ ഗന്നയാക്കി. ഡാൻസ് കളിച്ചാൽ അതിനോടൊപ്പം തന്നെ ഞാൻ പാടുകയും ചെയ്യും. ഇങ്ങനെ പോയാൽ ഞാനിപ്പോ ഇവിടെ നിന്ന് ഓടുകയും ചെയ്യും. അടികൈ ആശ്വാസം. മരം കയറി നടന്നൊരു കുരങ്ങച്ചൻ, മരത്തിന്റെ അടുത്തൊരു മുയലച്ചൻ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ. അല്ല, നീ ആരാ? ഞാനും കള്ളൻ തന്നെയാണ്. കള്ളന്റെ നായനിയൻ. നായാനിയനല്ല, ഇളയാനിയനാണ്. പക്ഷെ ഞാൻ ജർമ്മൻ ഷെപ്പേഡിന്റെ ഫാമിലി പെട്ടതാ. എന്നാൽ ആ ഷെപ്പേഡിനോട് പറഞ്ഞേക്ക് ജർമ്മനി തിരിച്ചു പോരുമ്പോ കുറച്ച് ബിസ്ക്കറ്റ് മോഷ്ടിച്ചോണ്ട് പോരാൻ. സൈക്കിൾ നിർത്ത, ഇടം നിർത്ത. നിന്റെ കയ്യിൽ എന്തോ ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാ പിന്നെ സൈക്കിൾ അങ്ങ് നിർത്തിയേക്കാം. ഈ സൈക്കിൾ കള്ളനെ വെറുതെ വിടരുത്. ഇവൻ എന്നെ എവിടെ കൊണ്ടുപോകണമെന്ന് അറിയില്ല. നീ എന്താ കളിയാക്കാണോ? നീ കാരണം ഞാൻ ഓടി ഓടി എന്റെ 2 കിലോ തന്നെ കുറഞ്ഞിരിക്കുകയാണ്. എന്നെ അവൻ പറ്റിച്ചു. ആരാ പറഞ്ഞത് നായ നന്ദിയുള്ള മൃഗമാണെന്ന്? അകത്തേക്ക് പോകാം. എനിക്ക് പഴയതുപോലെ ആകാനുള്ള ഗുളിക വലിച്ചിട്ട് തരാൻ പറയും. ഇന്ന് തിങ്കൾ, നാളെ ചൊവ്വ, മറ്റന്നാൾ ബുധനാണ്. നമ്മൾ ശ്രദ്ധിച്ചു പോണം, കാരണം ഇത് കാടാണ്. അയ്യോ, എന്റെ ഏരിയ ട്രക്ക് പാസിംഗോ. അയ്യോ, അയ്യോ, രക്ഷിക്കണേ. അല്ല, ഞാനെന്തിനാ ഓടുന്നത്? ഞാനും പുള്ളിപ്പുടിയല്ലേ? അയ്യോ, നിങ്ങൾ റെയ്നോ റാണാ സിംഗിന്റെ അടുത്തേക്കാണോ പോകുന്നത്? അയ്യോ, എന്നെ പറ്റി അങ്ങനെ അടുത്ത് കംപ്ലൈന്റ് ഒന്നും പോയി പറഞ്ഞേക്കല്ലേ. വലിയ അപകടകാരിയാ. അല്ല, ഈ പുള്ളി പോലും പേടിക്കുന്ന റൈനോ റാണാ സിംഗ് ആരാണ്? ഇത് റാണാ സിംഗിന്റെ സ്ഥലമാണ്. വേഗം വെക്കോ, ഇല്ലെങ്കിൽ പൊക്കിയെടുത്ത് ചാർജിനിട്ടുള്ള ഞാൻ ടൂപ്പിന്റെ കുത്തി ചാർജ് ചെയ്യാൻ. റാണാ സാറേ, ഞാൻ ഹണിയാണ്. ഇത് ബണ്ണി, ഇത് പോപ്പട്ട്, ഇത് സോർദാർ. സിയോമി ഹണി, സിയോമി പോപ്പട്ട്, റെഡ്മി നോട്ട് 7. സ്മാർട്ട് ഫോണിനേക്കാളും കൂടുതൽ ഫീച്ചർ ഉണ്ട് ഇവന്. ഈ താമരക്കുളം നിങ്ങളൊക്കെ പറഞ്ഞേക്ക്, ഇതിപ്പോ എന്റെ കയ്യിലാണുള്ളത്. ഞാനല്ലാതെ മറ്റാരും ഇതൊന്നും തൊടുക പോലും ചെയ്യില്ല. ഒരുത്തരം ഇവിടുന്ന് ഒരു താമര പോലും ഞാൻ തരില്ല. വേഗം ഇവിടുന്ന് സ്ഥലം കാലിയൊക്കെ നോക്കാം. സാർ പ്ലീസ് സാർ, ദയവ് ചെയ്ത് എനിക്കൊരു താമര തരണം പ്ലീസ്. കാറ് കഴുകാൻ ഞാൻ സോപ്പ് ഉപയോഗിക്കാറില്ല. ഇവന്റെ മുമ്പിൽ വാക്കുകൾ വില പോവില്ല. അടിയവനെ. ഇനിയും വേണോ നിങ്ങൾക്ക് എന്റെ കയ്യിൽ നടി? ഇപ്പൊ കാണിച്ചു തരാം. എന്നെ തള്ളുന്നോടാ നിന്നെ ഞാൻ. കാലമാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്ക്. ഹണി, നോക്കി നിൽക്കാതെ വേഗം വന്ന് കടിക്ക്. ഇതാ ഇവനെ പിടിച്ച് കടിക്കടാ കഴുതേ. നീ എന്റെ എനിക്ക് പുല്ല് തിന്നണം. എനിക്ക് പുല്ലിപ്പോ വേണം. ആ പുല്ല്. അയ്യോ, ഇത് എവിടെ പോയി? അതാ ഡക്കിന്റെ ആൾക്കാരാണ്. പിടിക്കാവുമാരെ. ആഹാ, ഞങ്ങളെ പിന്തുടരുകയാണോ?
പിടിക്ക്, അവർ രക്ഷപ്പെട്ടുകൂടാ. വേഗം വാ. നിക്ക്. വേഗം പറ, പുൽ ഫാക്ടറി എവിടെയാണ്? അതെങ്ങനെ പറയാനാ? ആദ്യം ഇവരുടെ വായി ക്ലിപ്പ് എടുത്ത് മാറ്റണ്ടേ? ഇത് ക്ലിപ്പല്ല, എന്റെ കൊക്കാണ്. ഞങ്ങളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുതലാളി നിങ്ങളെ വെറുതെ വിടില്ല. ഞാൻ പറയാം. എന്റെ പുറകെ വാ, ക്വിക്ലി. അതാണ് മെയിൻ സ്വിച്ച്. ഇപ്പൊ തന്നെ ഓഫ് ചെയ്യാം. സംശയമുണ്ടോ? എത്ര പെട്ടെന്ന് എങ്ങനെ നിന്ന് പോയി? വളരെ സന്തോഷത്തിലാണ്. അയ്യോ ഇവിടെ ആരുമില്ലേ? ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് രാത്രി ആയത്? പിടിക്കാൻ മാറ്. ആക്രമിക്കൂ. രണ്ടെണ്ണത്തിൽ ഒരു കൈ വേഗം ചൂസ് ചെയ്യാം. എന്നാ പിന്നെ ദാ ഇത്. അങ്ങനെയാണെങ്കിൽ അതും കൂടി. വേഗം സ്പ്ലിറ്റ് ആവ്. തന്റെ പല്ലിൽ ഇന്നലെ കഴിച്ചതിൽ എന്തോ ബാക്കി ഇരിപ്പുണ്ട്. ഇപ്പൊ പോയോ? ഇല്ല, ഇങ്ങോട്ട് വാ. ഇങ്ങനെ കാരണം പുകയുന്ന പോലെ ഒന്ന് കിട്ടി കഴിഞ്ഞാ പിന്നെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അയ്യോ തല കറങ്ങുന്നേ. നമ്മളൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാണ് ഇവ നമ്മളായിട്ട് ഇങ്ങനെയായിട്ട് ഓടിക്കുന്നേ? ഇത് അവരുടെ തെറ്റോ കുറ്റമോ മറവിയോ ഒന്നുമല്ല. നിങ്ങൾ ആ ഡക്കിന്റെ പാർട്ണറോ സുഹൃത്തോ ആണെന്ന് അവര് വിചാരിച്ച് കാണും. അതായത് മക്കളെ, ഈ കാട്ടിൽ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട്. അവര് വലിയ മാഫിയ ഗ്യാങ്ങാ. അവര് ഈ കാട്ടിലെ പച്ചപ്പുല്ലും കോരപ്പുല്ലും ഉണക്കപ്പുല്ലും അരിഞ്ഞെടുത്ത് ഫോറിനിലേക്ക് കയറ്റി അയക്കും. അതായത് ക്രയവിക്രയം ചെയ്യുമെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് വിൽപ്പന നടത്തുമെന്നാണ്. ഇയാള് പരിസ്ഥിതിയുടെ ബുക്ക് അരച്ചു കലക്കി കുടിച്ചു എന്നാ തോന്നുന്നത്. പരിസ്ഥിതി, അതായത് എൻവയോൺമെന്റ്. സംശയമുണ്ടോ? ഡിക്കോമാക്കി സന്തോഷമായി. കാട്ടിലെ ഒരു പുൽനാമ്പ് പോലും വിട്ടിട്ടില്ലല്ലോ അല്ലേ? വിട്ടിട്ടില്ല ബോസ്, ഒട്ടും തന്നെ ഇല്ല. ഞങ്ങൾ ആ പോത്തുകളുടെ കയ്യിൽ നിന്ന് പോലും പുല്ലടിച്ച് മാറ്റി. അവരുടെ കയ്യിൽ ഇപ്പൊ ഉണക്കപ്പുല്ല് മാത്രമേ ബാക്കിയുള്ളൂ. ഹായ് ഫൈ. ഈ ഡിക്കംബോയ്ക്ക് സന്തോഷമായി. ട്രക്കുമായി വരൂ, വേഗമാകട്ടെ. ഡിക്കംബോ പുല്ലിൽ കുളിച്ചിരിക്കുന്നു. ഇനി എന്റെ സന്തോഷത്തിന് അതിരുകളില്ല. ഈ ഡക്കിനെ ചതിയൻ, വഞ്ചകൻ, ദുഷ്ടൻ, കുശുമ്പൻ എന്നൊക്കെ വിളിക്കാം. എന്റെ അമ്മാവ മനസ്സിലായി. കറക്റ്റ് സാരി കച്ചവടക്കാരനെ പോലെ ഉണ്ട്. ഒന്ന് പറഞ്ഞ 4-5 എടുത്ത് കാണിക്കും. കാട്ടിൽ പച്ച പുല്ല് തിന്നുന്ന മൃഗങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും തിന്നുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലരാണെങ്കിൽ പിസയില് പുല്ലിന്റെ പേരെഴുതി തിന്ന് ആസ്വദിക്കും. പുല്ല് മാത്രമേ കഴിക്കൂ. ഇപ്പോൾ ഗ്രാമത്തിലെ എരുമകളെല്ലാം പുല്ലിന് പകരം പലഹാരം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഈടായിട്ട് നിന്റെ പാല് മൊത്തം നെയ്യാണല്ലോ. നെയ്യിലുണ്ടാക്കിയ പലഹാരം കഴിച്ച പിന്നെ പാലിന് നെയ്യല്ലാണ്ട് എന്തുണ്ടാവാനാ? താൻ പുല്ല് തിന്നോ? ഞാൻ പുല്ലങ്ങനെ കഴിക്കാറില്ല, പക്ഷെ ഇവന്മാർ ഇങ്ങനെ ഇട്ട് കുടിപ്പിക്കാൻ നല്ല രസമാണ്.
ഇവരെ നമ്മൾ സഹായിച്ചേ മതിയാകൂ. എന്താണ് ചെയ്യുക? അവർക്ക് കഴിക്കാൻ വേറെ ഭക്ഷണമൊന്നും ഇല്ലല്ലോ. അയ്യോ ഭക്ഷണത്തിന്റെ കാര്യം പറയല്ലേ. സോർദാറെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എന്തായാലും നമ്മൾ ഈ പുൽപ്രശ്നം പരിഹരിച്ചിരിക്കും. പുല്ലെന്ന് പറയില്ലേ മോനെ. ശരി, വല്ലാതെ ക്ഷീണിച്ചു. ഒരു ഗ്ലാസ് വെള്ളം തരാമോ എനിക്ക്? മതി മോനെ, നിർത്ത്. എനിക്ക് വല്ലാതെ ഹേർട്ട് ആകുന്നുണ്ട്. വേഗം വെള്ളം തരൂ, എന്റെ ഗ്ലാസ് വരളുന്നുണ്ട്. ഹണി ഇത് വല്ലാതെ കൂടി. ഹണി ഗോൾ. ആഹാ, ഗോളിന്റെ തൃശൂർ പൂരം. റോഡിലിറങ്ങിയ പോലീസ് തല്ലുവല്ലോ. സോർദാർ വീണ്ടും ഗോൾ അടിച്ചല്ലോ. അടി കൈ. എന്നാ സാറേ, സാറും ടെന്നീസ് കളിക്കാൻ വരുന്നുണ്ട്? അതെ ഹണി, നമ്പർ 9 ശേഷം 11 അല്ല. നീ ഇപ്പൊ കളിക്കുന്നില്ലേ, അത് ഫുട്ബോൾ ആണ്, അല്ലാതെ ടെന്നീസ് അല്ല. ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഫുട്ബോളാണ് കളിക്കുന്നതെന്ന്. സാറും ഞങ്ങളുടെ കൂടെ കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റി പറഞ്ഞത്. ഇനി നീ കണ്ടോ ഞാൻ എങ്ങനെ ഗോൾ അടിക്കാൻ പോകുന്നു എന്ന്. ഗോൾ, ഗോൾ. അയ്യോ വെല്ലിച്ചാ. അയ്യോ ഇതെന്താ? കന്യാ സാറേ, എന്റെ അയൽവക്കത്തുള്ള ചേട്ടന്റെ പേരാണ് വേണു. ആരെങ്കിലും സഹായിക്കണേ, എന്റെ വെല്ലിച്ചതാ വീണു. എല്ലാരും വാ, അകത്തേക്ക് വാ. എനിക്ക് ഫുട്ബോൾ കളിച്ചതിന് ശേഷം വല്ലാതെ വിശക്കുന്നുണ്ട്. ആ, ആ, ആ. ഞാൻ എന്റെ ഈ വിശിഷ്ടമായ ആപ്പിളിലാണ് പരീക്ഷണം നടത്തിയത്. ഇനി അടുത്ത 24 മണിക്കൂർ നിങ്ങൾക്ക് വിശപ്പേ ഉണ്ടാകില്ല. ആഹാ, ആപ്പിളോ? ഇത് ഞാൻ തന്നെ കഴിക്കും. ഇന്നിനിപ്പോ പോപ്പട്ടിന് കുളിക്കേണ്ട ആവശ്യം വരില്ല. വലിയച്ഛ, ആപ്പിളിന്റെ ഒപ്പം ഒരു അമ്പറിലൂടെ തരായിരുന്നില്ലേ? ദാ പിടിച്ചോ, എന്റെ കുട കൊണ്ടുള്ള പുതിയ കണ്ടുപിടുത്തം. ഒരു മിനിറ്റ്. വേണ്ട, ഇതിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. തിരിച്ചു വെച്ചേക്കാം. പോകുന്നില്ല. സോർദാർ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ഹണി. ഞാൻ സ്റ്റാർ ആണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെന്ന് വിചാരിച്ച് നീ എന്തിനാ സോർദാർ എന്നെ കോപ്പി ചെയ്യുന്നത്? അല്ല, സോർദാറിന് ഇതെന്ത് പറ്റി? അത് പിന്നെ ഈ ഗുളികയും എന്റെ കണ്ടുപിടുത്തമായിരുന്നു. ഇത് കഴിച്ചതിന് ശേഷം നീ ആരെ പോയി തൊട്ടാലും പിന്നെ നീ അവരെ പോലെയാകും. ലേഡീസ് ആൻഡ് ജെന്റിൽ ലേഡീസ്, ഗേൾസ് കോമ്പറ്റീഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ് ചെയ്യുന്നത് പിഗി ബാങ്ക്. ഇന്നത്തെ ആദ്യത്തെ മത്സരമാണ്. കയറ് കയ്യിലെടുത്ത് തുള്ളിച്ചാടി ഓടിയാടി ചെയ്യുന്ന മത്സരമാണ് നടക്കാൻ പോകുന്നത്. അതാണ് സ്കിപ്പിംഗ് റേസ്. എന്താ മനസ്സിലായോ? 3, 2, 1 ഗോ. ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. എടാ മണ്ട, നീ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ എത്തിയിരിക്കുക. സോറി, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ മണ്ടനല്ല, മണ്ടിയാണ്. കങ്കാരേ, നിന്റെ ലിപ്സ്റ്റിക് മാഞ്ഞു പോയി. മുതൽ റൗണ്ടിൽ വിജയിച്ചത് ജെന്നിഫറിന്റെ ടീം. അതാണ് കയ്യിലെടുക്കണം, മുഖത്ത് പൂശണം, ലോകം നിങ്ങളെ കണ്ട് അത്ഭുതപ്പെടണം. ഇതാണ് നിങ്ങൾക്കായുള്ള മേക്കപ്പ് കോമ്പറ്റീഷൻ. ആരാണോ അവരുടെ പാർട്ട്ണർക്ക് നന്നായി മേക്കപ്പ് ഇടുന്നത് അവരായിരിക്കും ഈ കോമ്പറ്റീഷനിൽ വിന്നർ. 3, 2, 1 ഗോ. ആഹാ, നന്നായി മേക്കപ്പ് ചെയ്യുന്നുണ്ടല്ലോ. എന്നാ പിന്നെ അത് തന്നെ കോപ്പി ചെയ്യാം. ആദ്യം ലിപ്സ്റ്റിക്, ഇനി
പൗഡർ ഇടാം. അത് ശരി, എന്നെ കണ്ട് കോപ്പി അടിക്കാണല്ലേ? ഇപ്പൊ കാണിക്കാം. നീ എന്താണ് ഈ ചെയ്യുന്നത്? സോറി. എന്നോടാണോ നിന്റെ കളി? എന്റെ മുഖം മുഴുവൻ നിവൃത്തികേടാക്കി ഹണി. പിടിച്ചോ അയ്യോ അയ്യോ ഇന്നാ ഇത് വെച്ചോ ഇത് പിടിച്ചോ ഇന്നാ ഇന്നാ ഇത് വെച്ചോ നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാടാ, സംശയമുണ്ടോ? ഈ റൗണ്ടിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇവര് 4 പേരും തോറ്റിരിക്കുന്നു. ഇതിൽ നമ്മുടെ ലോമഡിയാണ് വിജയിച്ചിരിക്കുന്നത്. നമ്മൾ വിജയിച്ചു. വാവ്, ഇത്ര വലിയ റൈഡോ! എനിക്കതിൽ ഇപ്പൊ തന്നെ കേറണം. നമുക്കും പോവാം. ദേ നോക്ക, അവിടെ ഒരു റെസ്റ്റോറന്റ് എനിക്ക് വിശക്കുന്നു. അയ്യോ, എന്റെ കഥ കഴിഞ്ഞു. സാർ നിങ്ങളുടെ ഓർഡർ. താങ്ക് യു. ഹണി, നീ എന്താ ഈ കാണിക്കുന്നേ? മേഡം എന്നോട് പറഞ്ഞിരുന്നു സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ക്ലോക്കിന്റെ മുകളിൽ പിസ്സ വെച്ച് കഴിക്കുന്നത്. എന്റെ അപ്പോ. അങ്ങനെയാണെങ്കിൽ ഹണി, നീ അത് കഴിച്ചതിന് ശേഷം സൂചിയിലെ മുള്ളെടുത്ത് പല്ല് കുത്തിക്കോ. എന്തിനാ എല്ലാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ വേറെ എന്തൊരു ഭംഗിയാണല്ലേ. എനിക്കത് വേണം. അത്രേ ഉള്ളൂ കാര്യം. അത് ഇപ്പൊ തന്നെ ഞാൻ എടുത്തുകൊണ്ട് വരാം. നീ എന്തായി കാണിച്ചെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇതാ നിങ്ങളുടെ ബേബി. ബൈ ബൈ. സോറി ഹണി, ഞാൻ ഈ ബെയറിനെ കുറിച്ചല്ല പറഞ്ഞത്. കടയിലുള്ള ആ ടെഡി ബെയറിനെ കുറിച്ചാ പറഞ്ഞത്. ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ. ആ ഷോപ്പിലേക്ക് പോയി അത് ജയിച്ചേ പറ്റൂ. ഓക്കേ. അയ്യോ, ആ കളിപ്പാട്ട കേറിപ്പോയി. ഹായ്, ഇപ്പൊ 2 പീസ് ആയല്ലോ. നിങ്ങൾ ഫൺഫെയറിൽ ഒരുപാട് ഫണ്ണാണ് കാണിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ച ടെഡിയായി നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോവാ. ബൈ. ഇത് കണ്ടിട്ട് ശരിക്കും ഒറിജിനൽ പോലെ തന്നെ ഉണ്ടല്ലേ? സോറി. ഈ സ്ഥലം കൊള്ളാൻ തോന്നുന്നു. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. പേരെന്താ? ഇത് പോപ്പട്ടിയ ദേവി, പിന്നെ ഇത് ബണ്ണി ബായ്, ഇത് സോർദാർ റാണി, പിന്നെ ഞാൻ പ്രിൻസസ് ജെന്നിഫർ. ഞാൻ ഭായ്, ഇത് ദേവി, റാണി, പിന്നെ ജെനിഫർ. ഒരൊറ്റ അടി വെച്ചേരും ഞാൻ. ശരി, നിങ്ങൾ അകത്തേക്ക് പോയിക്കോളൂ. താങ്ക് യു. കുട്ടി കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ജനിച്ചു വീഴുന്ന സമയത്ത് പോലും ഈ കുഞ്ഞു കരഞ്ഞു കാണില്ല. നീ ആള് കൊള്ളാലോ ഹണി. കുഞ്ഞിന് കളിപ്പാട്ടം കൊടുക്കേണ്ടി വരും. ഇപ്പൊ കളിപ്പാട്ടം എവിടെ നിന്നാ കിട്ടുക?
അല്ല നീ ഇപ്പൊ എന്തിനാ എന്നെ നോക്കുന്നേ? എല്ലാം ഓക്കെ ആയി. അയ്യോ, ആ കുഞ്ഞ് എവിടെ പോയി? അത് ദേ പോകുന്നു. വേഗം പിടിക്ക്. വെളിയിലേക്ക് വാ കുട്ടാ. ദേ നോക്കിയേ, ആ കുഞ്ഞ് ചിരിക്കുന്നുണ്ട്. ദേ ആ കുഞ്ഞ് പിന്നെയും പോകുന്നു, വേഗം പിടിക്കേ. കുറെ നാളായി കാട്ടിൽ വന്നിട്ട്. എന്തായാലും പ്ലാൻ കൊള്ളാം. വേഗം എഴുന്നേറ്റ് വാ. ഐ എം ഫൈൻ. എടാ നിനക്ക് എന്താ പറ്റിയേ? ഐ എം ഫൈൻ. ഇവനിത് എന്ത് പറ്റി? ഇടയ്ക്കിടയ്ക്ക് എന്താ ഈ വീഴുന്നേ? നിക്ക്, ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ. എടാ ഹണി, നീ മനഃപൂർവ്വം വീഴുന്ന എന്തിനാടാ? അത് പിന്നെ ഞാനൊരു ബുക്കിൽ വായിച്ചതാ. വീഴ്ചകളിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ പറ്റൂ പോപ്പട്ടെ. എന്തിനാ എന്നെ അടിച്ചത്? ആ ബുക്കിന്റെ അവസാനം എഴുതിയിട്ടുണ്ടായിരുന്നു, ജീവിതം ചെറുതാണ്, അതുകൊണ്ട് മനസ്സിൽ തോന്നുന്നത് അപ്പ തന്നെ ചെയ്യണമെന്ന്. രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കേ. അല്ല, അങ്ങനെ ഏത് ബുക്കിൽ എഴുതിയിരിക്കുന്നേ? എടാ ഇത് ഞാൻ പറഞ്ഞതാണ്. അല്ല ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? അതാ കള്ളന്മാര്, വേഗം പിടിക്കവര്. ഈ എലികൾ അടുത്തോട്ട് വരുന്തോറും ഇങ്ങനെ വലുതാവുന്നത് എന്താ? അത് മാത്രമല്ല, ഈ എലികൾക്ക് കൊമ്പ് എപ്പോഴാണ് ദൈവം കൊടുത്തത്? എടാ, അത് എലികളല്ലടാ, പോത്തുകളാണ്. ചീറി അടുത്തോട്ടിരിക്കുകയാണ്. നമ്മളെ വന്ന് ഇടിക്കുന്നതിന് മുമ്പ് വേഗം രക്ഷപ്പെടാം. എടാ വേഗം ഓടിക്കോ. കൃത്യം അതിന്റെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജോർദാറേ, സൂക്ഷിച്ച്. അല്ല, ഞാനെന്തിനാ ഉമ്മാരുടെ പുറകെ ഓടുന്നത്? എനിക്ക് പറക്കാൻ പറ്റുമല്ലോ, സംശയമുണ്ടോ? രക്ഷപ്പെട്ടു. വരൂ, നമുക്ക് വേഗം ആ പാറയുടെ പുറകിൽ ഒളിക്കാൻ. വരൂ.